പച്ചക്കറി വിളവെടുപ്പിൽ സന്ദർശിക്കാനായി മന്ത്രിമാരെത്തി. സെക്രട്ടേറിയറ്റിലെ വളപ്പിലാണ് സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ ഒരു പച്ചക്കറി ഇവിടെ വിളവെടുപ്പ് സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിമാരായ രാജനുണ്ട്, VN വാസവനുണ്ട്, ചിഞ്ചുറാണിയുണ്ട്, P പ്രസാദുണ്ട്. മന്ത്രിമാരെല്ലാം തന്നെ ഈ വിളവെടുപ്പിൻ്റെ സ്പോർട്സ് മന്ത്രി V അബ്ദുറഹിമാനുണ്ട്. മന്ത്രിമാരെല്ലാവരും ഈ വിളവെടുപ്പ് കാണാനായും പച്ചക്കറികൾ കാണാനായും എത്തിയിരിക്കുകയാണ്. ഓണം വിപണിയിലേക്ക് എത്തിക്കാനായുള്ള പച്ചക്കറികളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയത്. ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തിയാണ് സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് വളപ്പിൽ തന്നെ ഇത്തരം ജൈവ പച്ചക്കറി കൃഷി, സർക്കാരിൻ്റെ ഒരു പദ്ധതി കൂടിയാണ് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം. അതിൻ്റെ ഭാഗമായി അത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് കൃഷി വകുപ്പുമായൊക്കെ സഹകരിച്ച് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജീവനക്കാർ പച്ചക്കറി കൃഷി തുടങ്ങിയത്. ഓണ വിപണിയിലേക്ക് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുകയാണ്. പച്ചക്കറി വിളവെടുപ്പ് കാണാനായി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് വളപ്പിലെ പച്ചക്കറി തോട്ടത്തിലേക്ക് എത്തുകയാണ്. വഴുതിനങ്ങ വിളവെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് വളപ്പിൽ സർക്കാർ ജീവനക്കാരുടെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തുകയാണ്. വഴുതിന, വെണ്ട, പച്ചപ്പയർ, പച്ചമുളക്, ഏത്തക്കുലകൾ, തക്കാളി, അത്തരത്തിൽ എല്ലാ പച്ചക്കറികളും തന്നെ വിഷരഹിത പച്ചക്കറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവെടുപ്പ് നടത്തുകയാണ്. ഈ പച്ചക്കറികളെല്ലാം തന്നെ വിളവെടുപ്പിനായി പാകത്തിൽ തയ്യാറായി നിന്നിരുന്നു. വഴുതിനങ്ങ വിളവെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് വളപ്പിലെ ജീവനക്കാരുടെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തുകയാണ്. മാനസ മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മാനസ, സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലെ ജീവനക്കാരുടെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മറ്റു വിശദാംശങ്ങൾ കൂടി. നടത്തിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. വഴുതനങ്ങ വിളവെടുത്താണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ഏതായാലും ജീവനക്കാരുടെ ഈ ഒരു ഓണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിരവധി പച്ചക്കറിയാണ് കൃഷി ചെയ്തു വന്നത്. നമ്മൾ കൃഷികളിൽ നിന്നും വ്യക്തമായതാണ്. വഴുതനങ്ങ, അതോടൊപ്പം തന്നെ തക്കാളി, പച്ചമുളക് തുടങ്ങിയ എല്ലാ രീതിയിലുള്ള എല്ലാ ഇനം പച്ചക്കറികളും തന്നെ ഇവിടെ കൃഷി ചെയ്ത് വരികയാണ്. പൂക്കളുടെയും കൃഷി നടക്കുന്നുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെയുണ്ട്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, രാജൻ, അബ്ദുറഹിമാൻ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി P പ്രസാദ് തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂക്കൃഷി വിളവെടുപ്പ് നടത്തിയില്ല എങ്കിലും ഭൂകൃഷിയും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതും കൂടി സന്ദർശിച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് മടങ്ങുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു മഴ നിലവിൽ ലഭിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് തന്നെ ഒരു മടക്കമുണ്ടാകുന്നത്. ഏതായാലും പച്ചക്കറിയുടെ വിളവെടുപ്പ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എല്ലാവിധ പച്ചക്കറികളും തന്നെ ഇന്ന് വിളവെടുപ്പിനായി തയ്യാറായിരിക്കുകയാണ്.
ശരി മാനസ, സെക്രട്ടേറിയറ്റ് വളപ്പിലെ ജീവനക്കാരുടെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വഴുതിനങ്ങ വിളവെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരെല്ലാവരും തന്നെ ഈ വിളവെടുപ്പ് ഉദ്ഘാടനത്തിനായി എത്തിയിരുന്നു. പച്ചക്കറി മാത്രമല്ല, പൂക്കൃഷിയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജീവനക്കാർ നടത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും കൂടിയാണ് നമ്മൾ കണ്ടത്. മാനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.